മിക്കവാറും പല ആളുകൾക്കും അവർക്ക് ജീവിതത്തിൽ ലഭിക്കുന്ന നന്മകൾ കുറവാണ് എന്നൊരു ചിന്തയാണ് അവർക്കുള്ളത്. അങ്ങനെയുള്ള ചിന്തകളാണ് ഒടുവിൽ അവരെ നിരാശയിലേക്ക് കൊണ്ടുപോകുന്നത്. നിരാശ ഒരു മനുഷ്യനെ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് കയറുക എന്നുള്ളത് അല്പം ശ്രമകരമായ കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകൾ എത്രമാത്രം ഉണ്ട് എന്നറിയേണ്ടതിന് നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മെപ്പോലെയുള്ള അനേകർ അവർ അനുഭവിക്കുന്ന കഷ്ടങ്ങളും സങ്കടങ്ങളും ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമ്മൾ ആർപ്പോടെ ദൈവത്തിന് മഹത്വം കരേറ്റും. ദൈവത്തിൻ്റെ വിശ്വസ്തത നമ്മൾ മനസ്സിലാക്കണം, തിരിച്ചറിയണം. നമ്മുടെ മനസ്സിൻ്റെ നെഗറ്റീവ് ചിന്തകളൊക്കെ ഒരു പരിധി വരെ മാറ്റിയെടുക്കാൻ അതുകൊണ്ട് സാധ്യമാകും. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർചിന്തയ്ക്കായി അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 9-ാം അധ്യായം 15-ാം വാക്യം വായിക്കട്ടെ. പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം. ന്യായപ്രമാണത്തിന്റെ വക്താവായി ജീവിച്ചിരുന്ന അപ്പോസ്തലൻ അന്നത്തെ വ്യവസ്ഥയനുസരിച്ച് യഹൂദ സമുദായത്തിന്റെ ഇടയിൽ വലിയ സ്വാധീനമുള്ളയാളും സന്നിദ്ര സംഘമെന്ന അവരുടെ ഭരണസമിതിയുടെ അംഗവുമായിരുന്നു. എന്നാൽ ഇന്ന് താൻ അങ്ങനെയല്ല. ഇത്തരത്തിലുള്ള യാതൊരു അധികാരവും അംഗീകാരവും തനിക്കില്ല. ഇപ്പോൾ വായിച്ച ലേഖനത്തിന്റെ 11-ാം അധ്യായത്തിൽ 24-ാം വാക്യം മുതൽ 28-ാം വാക്യം വരെ വായിച്ചാൽ ഏത് വിഭാഗമാണ് തനിക്ക് അധികാരം നൽകിയതും തന്നെ കൂടുതൽ ആദരിച്ചതും അവർ മുഖാന്തിരം ഇന്ന് താൻ അനുഭവിക്കുന്ന കഷ്ടങ്ങളെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. അത് ഇങ്ങനെയാണ്. 24-ാം വാക്യം: യഹൂദരാൽ ഞാൻ ഒന്നുകുറെ 40 അടി 5 വട്ടം കൊണ്ടു, 3 വട്ടം കോലിനാൽ അടികൊണ്ടു, ഒരിക്കൽ കല്ലേറുകൊണ്ടു, 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു, 1 രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു. നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കിളപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നീ അസാധാരണ സംഗതികൾ കൂടാതെ എനിക്ക് ദിവസേന സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കും ഉണ്ട്. എല്ലാ നിലകളിലും നമ്മൾ ചിന്തിക്കുന്നതനുസരിച്ച് സുഖലോലുപതയിൽ അല്ല പൗലോസ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ പലരും ചിന്തിക്കുന്നതിനനുസരിച്ച് ദൈവത്തിന് സ്തോത്രം പറയത്തക്കവണ്ണം ഒരു നന്മയും അപ്പോസ്തലന് എടുത്തു കാണിക്കാനില്ല. എങ്കിലും തൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: പറഞ്ഞു തീരാത്ത ദാനം. നമുക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും കുറവ് കണ്ടെത്താൻ ശ്രമിക്കുന്നവരല്ലേ നമ്മൾ. ഇന്നത്തെ MA തത്തുല്യമായ വിദ്യാഭ്യാസം തനിക്കുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പലയിടങ്ങളിലും ഞാൻ വായിച്ചിട്ടുള്ളത്. 2 കപ്പലുകൾ സ്വന്തമായിട്ടുണ്ടായിരുന്നു എന്നും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് തനിക്ക് അങ്ങനെയുള്ള യാതൊരു ഭൗതിക നന്മയുമില്ല. ഇനി നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, എന്താണ് നമ്മുടെ മൗനത്തിന് കാരണം? ദൈവസന്നിധിയിൽ നമുക്ക് എന്തുകൊണ്ട് ആർത്ത് സന്തോഷിക്കാൻ കഴിയുന്നില്ല? ചില പ്രാർത്ഥനകൾക്ക് നമ്മൾ വിചാരിച്ചതുപോലെ മറുപടി ലഭിച്ചില്ല എന്നുള്ളത് ഞാൻ നിഷേധിക്കുന്നില്ല. ആ ഒരു കാരണത്താൽ ദൈവം നമുക്ക് ദോഷം ചെയ്തു എന്ന് ചിന്തിക്കാനാവുമോ? വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത് എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളല്ല, നിങ്ങളുടെ വിചാരങ്ങൾ എൻ്റെ വിചാരങ്ങളല്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചില വഴികൾ, നമ്മുടെ പദ്ധതി പ്രകാരം നമ്മൾ കണക്ക് കൂട്ടി വെച്ചിരുന്ന ചില വഴികൾ അടഞ്ഞുപോയെങ്കിൽ അതിനപ്പുറത്ത് ദൈവത്തിനൊരു വഴിയുണ്ട് എന്ന് എന്തുകൊണ്ട് വിശ്വസിച്ചുകൂടാ? അങ്ങനെ വിശ്വസിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ ഇന്നത്തെ ഈ മാനസിക നിലയുണ്ടല്ലോ വ്യത്യാസമുണ്ടാകും. അധികമായി ദൈവത്തെ സ്നേഹിപ്പാനും സ്തോത്രം പറയുവാനും ദൈവത്തിന് മഹത്വം കൊടുക്കുവാനും വേറെ ആരുടെയും പ്രേരണയില്ലാതെ നമ്മൾ തന്നെ സ്വയം അതിന് സന്നദ്ധരാകും. ഏതു പരിതസ്ഥിതിയിലും അപ്പോസ്തലനായ പൗലോസിന് പറയാനുള്ളത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടിയാവരിക്കും. അതേ പ്രിയരെ, ദൈവം സകലതും നന്മയ്ക്കായി ഒരുക്കുന്ന ഒരു നാഴിക നിങ്ങൾ കാത്തിരിക്കണം. ഇപ്പോൾ നിങ്ങൾ തളർന്നിരിക്കേണ്ട അവസരമല്ല. പ്രവാചകൻ യെശയ്യാവ്
എന്റെ പുസ്തകത്തിന്റെ 60-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നത് പോലെ, എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ഇത് തിരിച്ചറിഞ്ഞ് നമുക്ക് കർത്താവിൽ സന്തോഷിക്കാം. പറഞ്ഞു തീരാത്ത ദാനം ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത്, എണ്ണിത്തീരാത്ത ദാനം ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത് തിരിച്ചറിഞ്ഞ് ദൈവത്തെ സ്തുതിക്കാം. കർത്താവ് സഹായിക്കട്ടെ. ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എല്ലാ പ്രിയ മക്കൾക്കാട്ടും സ്തോത്രം. എല്ലാവരോടും കരുണ കാണിക്കണമേ. ഞങ്ങൾക്ക് അങ്ങ് നൽകിയിട്ടുള്ള എല്ലാ നന്മകളും ഓർത്ത് സ്തോത്രം ചെയ്യുവാൻ ഞങ്ങളെ പിന്നെയും ബലപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ.